ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ആമിയുടെ പിറന്നാൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1 മുതൽ 10 വരെ എണ്ണാനും എഴുതാനും പഠിച്ചു അല്ലേ? ഇന്ന് നമുക്ക് 11 മുതൽ 20 വരെ എണ്ണാനും എഴുതാനും പഠിക്കാം. പഠിച്ചാലോ കൂട്ടുകാരെ? അധ്യായം 3, ആമിയുടെ പിറന്നാൾ. ഇവിടെ നോക്കിയേ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആമിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്നാണ് ആമിയുടെ പിറന്നാൾ, ആഗസ്റ്റ് 10. ഒരുക്കങ്ങൾ തുടങ്ങി. ഇവിടെ നോക്കിയേ, എന്തൊക്കെ കാഴ്ചകളാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഒത്തിരി സമ്മാനപ്പൊതികളും കേക്കും ബലൂണുകളും അതുപോലെ തോരണങ്ങളും ഒക്കെയായി ക്ലാസ് റൂം വളരെ നന്നായിട്ട് കൂട്ടുകാരെല്ലാവരും അലങ്കരിച്ചിട്ടുണ്ടല്ലേ? അതെ, ക്ലാസ് മുറി അലങ്കരിക്കാം. ഹായ് ആമി, മിഴി. അപ്പോൾ കൂട്ടുകാർ തമ്മിൽ സൗഹൃദം പുതുക്കുകയും ക്ലാസ് മുറി അലങ്കരിക്കാനുള്ള തിടുക്കത്തിലാണ്. ഇവിടെ നോക്കിയ ബലൂണുകൾ, എത്ര ബലൂണുകളാണുള്ളത്? ഓരോ കുട്ടികളുടെ കയ്യിലും 3, 4, 5, 1 ബലൂണുകൾ ഉണ്ടല്ലേ? ക്ലാസ് മുറിയിൽ 9 പേരുണ്ടായിരുന്നു. ആമി കൂടി എത്തിയപ്പോൾ 10 പേരായി. 9ഉം 1ഉം 10. 9നോട് 1 കൂട്ടിയാൽ എത്രയാണ് കൂട്ടുകാരെ? 10. എഴുതിക്കോളൂ, 10. അപ്പോൾ 9നോട് 1 കൂട്ടിയാൽ 10. ബലൂൺ കെട്ടാൻ ഞാനും കൂടാം. ആഹാൻ ഓടിയെത്തി. ആഹാൻ കൂടി വന്നു. ഇപ്പോൾ എത്ര പേരായി? നേരത്തെ എത്ര പേര് ക്ലാസ് റൂമിലുണ്ടായിരുന്നു കൂട്ടുകാരെ? 10 പേരുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആഹാൻ കൂടി വന്നപ്പോഴോ 10നോട് 1 കൂട്ടണമല്ലേ? 10ഉം 1ഉം 11. എത്രയാണ്? 10ഉം 1ഉം 11. എത്രയാണ്? 11. ആശംസാ കാർഡുകൾ. നമ്മൾ ബർത്ത്ഡേ ആവുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാറില്ലേ? അതുപോലെ മിഴിക്ക് ആശംസാ കാർഡുമായി കൂട്ടുകാരിൽ ചിലരെത്തി. നോക്കിയേ കൂട്ടുകാരെ, എത്ര പേരാണ് ഇവിടെ നിൽക്കുന്നത്? ഒന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 പേരാണ് ആശംസാ കാർഡുകളുമായി നിൽക്കുന്നത്. വരിയിൽ എത്ര പേരാണുള്ളത്? 11 പേരാണുള്ളത്. മുന്നിൽ നിന്ന് എത്രാമത്തെ കുട്ടിയാണ് മിഴി? നോക്കാം. നോക്കിയ കൂട്ടുകാരെ, ഈ ബോ വച്ചിരിക്കുന്ന കുട്ടിയാണ് മിഴി. അവൾ മുന്നിൽ നിന്ന് എത്രാമതാണ് നിൽക്കുന്നത്? ഇനി നോക്കിയേ. 1, 2, 3, 4. അപ്പോൾ മിഴി എത്രാമതാണ് നിൽക്കുന്നത്? മിഴി 4ാമതാണ് നിൽക്കുന്നത്. പിന്നിൽ നിന്ന് 4ാമതായി നിൽക്കുന്ന ആഹാനെ കണ്ടെത്തി അടയാളപ്പെടുത്താമോ? കൂട്ടുകാരെ അടയാളപ്പെടുത്തി നോക്കിയേ. ഞാനും നടുക്കാണ്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 6ാമതായി നിൽക്കുന്ന കുട്ടിയാണ് നേഹ. നേഹയുടെ കയ്യിലൊരു ബലൂണും കൂട്ടുകാർ വരച്ചു കൊടുക്കണം കേട്ടോ. ആശംസാ കാർഡ് ഉണ്ടാക്കാമോ? പിറന്നാൾ ആശംസകൾ. നമുക്ക് കാർഡ് ഉണ്ടാക്കാം. അതുപോലെ അലങ്കരിക്കുകയും വേണം. ആമിയും കൂട്ടുകാരും ക്ലാസ് മുറി അലങ്കരിക്കുകയാണ്. മിഴി, തോരണത്തിന് ഇതുപോലെ മുറിക്കാം. എങ്ങനെയാ നോക്കട്ടെ. ആമിയും മിഴിയും തോരണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നോക്കിയേ, മേശപ്പുറത്ത് എത്ര എണ്ണമാണുള്ളത് കൂട്ടുകാരെ? എണ്ണി പറഞ്ഞാൽ മതി. എണ്ണിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ മേശപ്പുറത്ത് എത്ര എണ്ണമാണുള്ളത്? 10 എണ്ണമാണുള്ളത്. ഇനി 2 എണ്ണം മിഴിയുടെ കയ്യിലിരിപ്പുണ്ട്, കണ്ടോ? ഇപ്പോൾ 2 എണ്ണം കൂടി മുറിച്ചെടുത്തപ്പോൾ എത്രയായി? 10ഉം 2ഉം 12. എത്ര എണ്ണമാണ് കൂട്ടുകാരെ? 12. 10നോട് 2 കൂട്ടിയാൽ 12. പിറന്നാൾ ആശംസകൾ. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് തോരണത്തിൽ ബട്ടർഫ്ലൈ വെച്ച് അലങ്കരിക്കുകയാണ് കൂട്ടുകാർ.
അപ്പം നേഹ പറഞ്ഞു, 3 കൂടി ഒട്ടിക്കാനുണ്ട്. എങ്ങനെയാണ് ഒട്ടിക്കുക? അപ്പോൾ ആഹാൻ പറഞ്ഞു, നമ്പർ ക്രമത്തിൽ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് കിട്ടും. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, മുകളിലായി ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പറുകളും കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ ആദ്യം ക്രമ നമ്പറുകൾ ഇട്ടാലോ. എച്ചിന് 1, എ 2, പി 3, അടുത്ത പിക്ക് 4, അടുത്ത വൈ 5, ബി 6, ഐ 7, ആർ 8, ടി 9, എച്ച് 10. ഇതുവരെ മാത്രമേ കൂട്ടുകാർ ഒട്ടിച്ചിട്ടുള്ളൂ അല്ലേ. ഇനി നമുക്ക് ഒട്ടിക്കാം. 11ാമത്തത് എന്താ? ടി. 12 എ. 13 വൈ. ചേർത്ത് വായിച്ചോളൂ കൂട്ടുകാരെ. ഹാപ്പി ബർത്ത്ഡേ. 1 മുതൽ 13 വരെ എഴുതിയില്ലേ? അത് ഉറക്കെ വായിച്ചു നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13. തോരണത്തിലൊട്ടിച്ച കാർഡുകൾ എത്ര എണ്ണമാണ്? 10 എണ്ണമാണ് ഒട്ടിച്ചിരുന്നതല്ലേ. വരച്ചു ചേർത്തത് എത്ര എണ്ണമാണ്? 3 എണ്ണം. 10നോട് 3 കൂട്ടിയാലോ? 10ഉം 3ഉം ചേർന്ന് 13. 1 മുതൽ 13 വരെയുള്ള സംഖ്യകൾ നമുക്ക് തുടർച്ചയായി എഴുതാമോ? എഴുതിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ 1 മുതൽ 13 വരെയുള്ള സംഖ്യകൾ നമ്മൾ തുടർച്ചയായി എഴുതി. നോക്കിയേ കൂട്ടുകാരെ, ആമയ്ക്ക് കൂട്ടുകാരെല്ലാവരും സമ്മാനപ്പൊതികൾ കൊടുക്കുകയാണ്. ഹായ്, എന്തു ഭംഗിയാണല്ലേ. അതെ, മെഴുകുതിരി കത്തിച്ചാലോ നമുക്ക്? കേക്ക് മുറിക്കണ്ടേ? പെട്ടിയിലെ മെഴുകുതിരി. പെട്ടിയിൽ എത്ര എണ്ണമാണുള്ളത്? എണ്ണി പറഞ്ഞോളൂ. 10 എണ്ണമാണുള്ളതല്ലേ. പെട്ടിയിൽ 10 മെഴുകുതിരികളുണ്ട്. പുറത്തോ? 1 2 3 4 മെഴുകുതിരികളാണ് പുറത്തിരിക്കുന്നത്. എഴുതിക്കോളൂ. 10നോട് 4 കൂട്ടിയാൽ എത്രയാണ് കൂട്ടുകാരെ? 14. എഴുതിക്കോളൂ. 14. 10ഉം 4ഉം 14. പിറന്നാൾ കേക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ. കേക്ക് കട്ട് ചെയ്യാൻ ഇവിടെ നോക്കിയേ, ചെറിയ കേക്ക് കഷ്ണങ്ങൾ എത്രയാണ്? 10 കഷ്ണങ്ങളാണ് ചെറിയ കഷ്ണം കേക്കുകളുള്ളത്. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഇനി എത്ര കഷ്ണം കൂടി മുറിക്കണം? എത്ര കൂട്ടുകാരാണ് ഇവിടെ ഉള്ളത്? ഒന്ന് എണ്ണി പറഞ്ഞോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ടീച്ചറിനെയും കൂടെ ചേർത്താലോ? 15 പേരുണ്ടല്ലേ. അപ്പോൾ ഇനി എത്ര കഷ്ണങ്ങൾ കൂടി വേണം? 5 കഷ്ണങ്ങൾ കൂടെ വേണം. 10ഉം 5ഉം 15. 10നോട് 5 കൂട്ടിയാൽ എത്രയാ? 15. നൃത്തം. അവർ പൂക്കളുടെ മുഖംമൂടി അണിഞ്ഞ് കലാപരിപാടികൾ തുടങ്ങി. കലാപരിപാടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ മുഖംമൂടികളാണ് ഇവിടെ കാണുന്നത്. കണ്ടു കൂട്ടുകാരെ? കണ്ടു അല്ലേ? എത്ര കൂട്ടുകാരാണ് ഇവിടെ ഉള്ളത്? എണ്ണി നോക്കിയേ. 16 കൂട്ടുകാരുണ്ടല്ലേ. ഇവിടെ നോക്കിയേ, എത്ര പൂക്കളാണ് ഉള്ളത്? 10 പൂക്കളാണുള്ളത്. എല്ലാവർക്കും മുഖംമൂടി ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും മുഖംമൂടിയാകാൻ ഇനി എത്ര പൂക്കൾ കൂടി വേണം? 6 പൂക്കൾ കൂടി വേണം. 10നോട് 6 കൂട്ടിയാൽ എത്രയാണ്? 16. 10ഉം 6ഉം ചേർന്നാൽ 16. കൂട്ടുകാർക്കുള്ള സമ്മാനം.
ഞാനുണ്ടാക്കിയ കടലാസ് പൂക്കൾ എല്ലാവർക്കും തരാം കേട്ടോ, ആമി പറഞ്ഞു. നോക്കിയേ, നല്ല ഭംഗിയുള്ള കടലാസ് പൂക്കളാണല്ലേ? അതെ. ആമി ആദ്യം 10 പൂക്കൾ ഉണ്ടാക്കി, പിന്നെ 7. അപ്പോൾ കൂട്ടിയേ, 10ഉം 7ഉം 17. 10നോട് 7 കൂട്ടിയാൽ 17. നോക്കിയേ കൂട്ടുകാരെ, അവിടെ അലങ്കരിക്കാനായിട്ട് കുറേ സ്റ്റിക്കറുകളും ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു താറാക്കുഞ്ഞുങ്ങളുടെ സ്റ്റിക്കറാണ് ഉണ്ടായിരുന്നത്. ആദ്യം അവർ 10 എണ്ണം വാങ്ങി, പിന്നീട് തികയാതെ വന്നപ്പോൾ 8 എണ്ണം കൂടെ വാങ്ങി. കൂട്ടി നോക്കൂ, 10നോട് 8 കൂട്ടിയാൽ എത്രയാണ്? 18. 10ഉം 8ഉം ചേർന്നാൽ 18 വർണ്ണക്കടലാസുകളുണ്ട്. അവർ കാറ്റാടി ഉണ്ടാക്കി. ആദ്യം അവർ 10 എണ്ണമാണ് ഉണ്ടാക്കിയത്. പിന്നീട് ഓരോരുത്തർക്കും ഓരോന്നുകൂടെ ഉണ്ടാക്കി. പിന്നീട് ഉണ്ടാക്കിയത് എത്ര എണ്ണമാണ്? 9. അപ്പോൾ 10ഉം 9ഉം കൂടെ ചേർന്നാലോ? 19. 10നോട് 9 കൂട്ടിയാൽ 19. ഐസ്ക്രീം. കൂട്ടുകാരെ, ഇനി കുറച്ച് ഐസ്ക്രീം കുടിച്ചാലോ? ആമിയുടെ പിറന്നാളല്ലേ? അമ്മ ഐസ്ക്രീമുമായി സ്കൂളിലെത്തി. എത്ര ഐസ്ക്രീമാണുള്ളത്? എണ്ണിപ്പറഞ്ഞോളൂ. ആദ്യത്തെ പെട്ടിയിൽ എത്ര കപ്പ് ഐസ്ക്രീം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഐസ്ക്രീമാണ് ആദ്യത്തെ പെട്ടിയിലുള്ളത്. രണ്ടാമത്തെ പെട്ടിയും സെയിം അല്ലേ? രണ്ടാമത്തെ പെട്ടിയിൽ എത്ര കപ്പ് ഐസ്ക്രീം ഉണ്ട്? 10. ആകെ എത്ര കപ്പ് ഐസ്ക്രീമാണുള്ളത് കൂട്ടുകാരെ? 10നോട് 10 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 20. 10ഉം 10ഉം കൂടെ കൂട്ടിയാൽ 20. 10ഉം 10ഉം 20. ഒളിഞ്ഞിരിക്കുന്നതാര്? 1 മുതൽ 20 വരെ കുത്തുകൾ യോജിപ്പിച്ച് നോക്കാം. ആമയ്ക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനമാണ്. നമുക്ക് അവയെ കണ്ടുപിടിക്കാം. നോക്കിയേ, വരച്ചോളൂ കൂട്ടുകാരെ. 1 മുതൽ 20 വരെ എണ്ണി വരയ്ക്കണം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എന്താണ് കൂട്ടുകാരെ ആമയ്ക്ക് പിറന്നാൾ സമ്മാനമായി ലഭിച്ചത്? ഡോൾഫിൻ്റെ ഒരു സ്റ്റാച്ചു ആണല്ലേ? അതെ. കളിക്കാം. ഇനി ഒരു ഗെയിമാണ്. നോക്കിയേ കൂട്ടുകാരെ, 1 മുതൽ 4 വരെയുള്ള സംഖ്യകൾ ഓരോ വരിയിലും നിരയിലും വരുന്ന വിധത്തിൽ നമ്മൾ പൂരിപ്പിക്കണം. ആവർത്തിച്ച് വരാൻ പാടില്ല. കൂട്ടുകാർ ശ്രദ്ധിച്ച് പൂരിപ്പിക്കണേ. ഒന്നാമത്തെ വരിയിൽ നോക്കി, 1, 2, 4, 3. രണ്ടാമത്തേതിൽ 3, 4, 2 ഉണ്ട്. ഇനി ഇടയിൽ ഒരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്. ഏതാ? 1. അടുത്തതിൽ നോക്കി, 2 കളങ്ങൾ പൂരിപ്പിക്കാനുണ്ടല്ലേ? ആദ്യത്തെ കളത്തിൽ 4, ലാസ്റ്റ് 1. അടുത്ത 4ാമത്തെ വരിയിലോ 2 സംഖ്യകൾ പൂരിപ്പിക്കണം. എഴുതിക്കോളൂ. 1, 3. ഇനി കൂട്ടുകാർ നോക്കിയേ, ഏതെങ്കിലും സംഖ്യകൾ ഓരോ വരിയിലും നിരയിലും ആവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇനി നമുക്കൊരു പാട്ടാണ്. ചേർന്ന് പാടാം, ചേർത്തു പാടാം. അത്തിമരത്തിലെ കൊമ്പിലിതാ 10 പനന്തത്തകൾ, അത്തിമരത്തിലെ കൊമ്പിലിതാ 10 പനന്തത്തകൾ, അത്തിപ്പഴം തിന്നാനായി ഒത്തുകൂടി വന്നു, അത്തിപ്പഴം തിന്നാനായി ഒത്തുകൂടി വന്നു. അത്തിമരക്കൊമ്പിലിപ്പോൾ എത്ര പനന്തത്തകൾ, അത്തിമരക്കൊമ്പിലിപ്പോൾ എത്ര പനന്തത്തകൾ, അത്തിമരക്കൊമ്പിലിതാ 11 തത്തകൾ, അത്തിപ്പഴം കൊത്തി തിന്നാൻ ഒത്തുകൂടി വന്നു. അത്തിമരക്കൊമ്പിലിപ്പോൾ എത്രയാണ് തത്തകൾ, അത്തിമരക്കൊമ്പിലിപ്പോൾ എത്രയാണ് തത്തകൾ. കൂട്ടുകാരെ, അത്തിമരത്തിലെ തത്തമ്മകളുടെ കണക്കാണ്.
10ഉം 1ഉം 11. 11ഉം 1ഉം 12. 12ഉം 1ഉം 13. 13ഉം 1ഉം 14. 14ഉം 1ഉം 15. 15ഉം 1ഉം 16. 16ഉം 1ഉം 17. 17ഉം 1ഉം 18. 18ഉം 1ഉം 19. 19ഉം 1ഉം 20. നിറം കൊടുക്കാം. സംഖ്യകൾ കണ്ടില്ലേ കൂട്ടുകാരെ? അത്രയും കളത്തിന് നമുക്ക് നിറം കൊടുക്കാം. ആദ്യത്തെ സംഖ്യ ഏതാണ്? 15. 15 കളങ്ങൾക്ക് എണ്ണി നിറം കൊടുത്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അടുത്ത സംഖ്യ ഏതാ? 17. എണ്ണി നമുക്ക് നിറം കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. അടുത്ത സംഖ്യ ഏതാ കൂട്ടുകാരെ? 16 ആണല്ലേ. എണ്ണി നിറം കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അടുത്ത നോക്കിയേ കൂട്ടുകാരെ, അടുത്ത സംഖ്യ ഏതാ? 18. നിറം കൊടുത്തോളൂ. ഹായ്, മഞ്ഞ നിറമാണല്ലേ. 18 കളങ്ങൾക്കും നമുക്ക് നിറം കൊടുക്കാം. എണ്ണി നിറം കൊടുക്കണേ. നിറം കൊടുത്തു. 20. അടുത്ത സംഖ്യ 20 ആണല്ലേ. 20 കളങ്ങൾക്ക് നിറം കൊടുത്തോളൂ. കൊടുക്കാം. എണ്ണി നിറം കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ. എണ്ണിക്കോളൂ. ഹായ്, നമ്മൾ 20 കളങ്ങൾക്കും നിറം കൊടുത്തു. ഇനി അടുത്ത സംഖ്യ ഏതാ? 19 ആണല്ലേ. നിറം കൊടുത്തോളൂ. എണ്ണി തന്നെ നിറം കൊടുക്കണം കേട്ടോ. 19 എണ്ണത്തിനും നമ്മൾ നിറം കൊടുത്തു കഴിഞ്ഞു. ആരാണ് ഏറ്റവും ഭംഗിയായി നിറം കൊടുത്തത്? സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതെന്ന ക്രമത്തിൽ എഴുതാമോ? എഴുതിക്കോളൂ. 15, 16, 17, 18, 19, 20. നിറം കൊടുക്കാനായി 2 തരം കാർഡുകളുണ്ട്. നിങ്ങളും നിറം കൊടുക്കൂ. ഓരോ വരിയിലെയും വലിയ സംഖ്യയ്ക്ക് ഓരോ നിറം കൊടുക്കണം. കൊടുത്തോളൂ കൂട്ടുകാരെ. ആദ്യത്തേൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 11. അത് ക്രമത്തിൽ എഴുതുകയും വേണം കേട്ടോ. എഴുതാം. 11. രണ്ടാമത്തെ വരിയിലോ? 12. നിറം കൊടുക്കൂ. ക്രമത്തിൽ എഴുതാം. 12. അടുത്ത മൂന്നാമത്തെ വരിയിലോ? 13. നിറം കൊടുത്തിട്ട് ക്രമത്തിൽ എഴുതൂ. 13. അടുത്ത വരിയിലോ? 14. നിറം കൊടുക്കാം. വരിയിൽ എഴുതൂ. 14. അടുത്ത വരിയിലോ? അവസാന വരിയിലെ ഏറ്റവും വലിയ സംഖ്യ 15. എഴുതിക്കോളൂ. 15. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, ഓരോ വരിയിലെയും ചെറിയ സംഖ്യയ്ക്ക് ഒരേ നിറം കൊടുക്കാം. നിറം കൊടുത്ത സംഖ്യകൾ ക്രമത്തിൽ എഴുതുകയും വേണം കേട്ടോ. ആദ്യത്തെ വരിയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 10. നിറം കൊടുത്തിട്ട് എഴുതിക്കോളൂ. അടുത്ത വരിയിലെയോ? 9. എഴുതിക്കോളൂ കൂട്ടുകാരെ. അടുത്ത വരിയിലെ ഏറ്റവും ചെറിയ സംഖ്യ 8. നിറം കൊടുത്ത് എഴുതിക്കോളൂ. അടുത്ത വരിയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 7. നിറം കൊടുത്തിട്ട് എഴുതിക്കോളൂ. ലാസ്റ്റ് വരിയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 6. നിറം കൊടുത്ത് എഴുതണം കേട്ടോ. എഴുതിയോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 3ാമത്തെ യൂണിറ്റാണ് പഠിച്ചത്. ആമിയുടെ പിറന്നാൾ. ഒത്തിരി കണക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ. കൂട്ടാനും കുറയ്ക്കാനുമായി ഒത്തിരി കണക്കുകൾ പഠിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്